ഹലോ ആൻഡ് വെൽക്കം ടു എവറിഡേ ഇംഗ്ലീഷ്. നമ്മൾ സംസാരിക്കുമ്പോഴേക്കും ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയേണ്ടി വരും അല്ലെ. ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മോഡൽ ഓക്സിലറി വെർബ്സ് ആണ് മോഡൽസ് ഓഫ് ഡിഡക്ഷൻ. ഏതൊക്കെയാണ് മോഡൽസ് ഓഫ് ഡിഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. മസ്റ്റ്, കുഡ്, മൈറ്റ്, may, can't. ഇതൊക്കെയാണ് മോഡൽസ് ഓഫ് ഡിഡക്ഷൻ. നൗ ദി ഫസ്റ്റ് കേസ് മസ്റ്റ്. മസ്റ്റ് നമ്മൾ ഡിഡക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവിൽ നിന്ന് ഉള്ള നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കും, ഓൾമോസ്റ്റ് ഉറപ്പാണ്, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനായിട്ട് നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഡു യു ഹിയർ ദാറ്റ് സൗണ്ട്? ഇറ്റ് മസ്റ്റ് ബി റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ്. ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അവിടെ പുറത്ത് നല്ല ഭയങ്കരമായിട്ടുള്ള മഴയായിരിക്കണം എന്ന് ഓൾമോസ്റ്റ് സർട്ടൻ ആണ്. നമുക്ക് നല്ല ഉറപ്പുണ്ട് അവിടെ പുറത്ത് മഴയായിരിക്കും എന്ന്. ഇങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്തിട്ട് ഡിഡക്ഷൻ പറയാം. മഴയാണ്, പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു ഫോർ എ ഫാക്ട് വി ഡോണ്ട് നോ ദാറ്റ്. പക്ഷേ മഴയാണ് എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. ബിക്കോസ് പുറത്ത് ഈ മഴ പെയ്യുന്നതിന്റെ സൗണ്ട് കേൾക്കാം, മഴ പെയ്യുന്ന സീസൺ ആയിരിക്കാം. ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ട് നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മളൊരു കാര്യം ഡെഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. ഇറ്റ് മസ്റ്റ് ബി റെയിനിങ്. അല്ലെങ്കിൽ വേറൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിൽ അല്ലെങ്കിൽ കോളേജില് എവിടെയെങ്കിലും കിടന്ന് ഒരാൾക്ക് ഒരു ബുക്ക് കിട്ടി. അപ്പൊ ആ ബുക്ക് എടുത്തിട്ട് ചോദിക്കുക, ഹൂസ് ബുക്ക് ഇസ് ദിസ് എന്ന് ചോദിക്കുമ്പോഴേക്കും, ആരുടെ ബുക്കാണിത് എന്ന് ചോദിക്കുമ്പോഴേക്കും ബുക്ക് കാണാതെ പോയ ആള് ആൻസർ പറയാ, ദാറ്റ് മസ്റ്റ് ബി മൈൻ, മൈ ബുക്ക് ഇസ് മിസ്സിങ്. അപ്പൊ അത് എന്റെ ബുക്ക് ആയിരിക്കണം, എന്റെ ബുക്ക് മിസ്സിങ്, എന്റെ ബുക്ക് ആയിരിക്കണം. എന്റെ ബുക്ക് ആണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ എന്റെ ബുക്ക് മിസ്സിങ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് കാണാതെ കിടന്ന് കിട്ടിയ ഒരു ബുക്ക് ആരെങ്കിലും എടുത്ത് കാണിക്കുമ്പോൾ അത് എന്റെ ആയിരിക്കണം എന്നുള്ള ഒരു ഡിഡക്ഷൻ ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പക്ഷെ അത് എന്റെ ആയിരിക്കണമെന്ന് ഓൾമോസ്റ്റ് 90% എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ദാറ്റ് മസ്റ്റ് ബി മൈൻ എന്ന് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് കേസ് മേ, മൈറ്റ്, കുഡ്. ഈ മൂന്ന് ഓക്സിലറി വെർബ്സിന് ഡിഡക്ഷനിൽ ഒരേ മീനിങ് ആണുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഡെഡ്യൂസ് ചെയ്ത് പറയാനായിട്ട് പോകുമ്പോഴേക്കും മേയോ മൈറ്റോ കുഡോ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയാനാണ്. പക്ഷെ മസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും 90% ഉറപ്പുണ്ട് നമുക്ക് അത് എന്റെ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ മേയോ മൈറ്റോ കുഡോ യൂസ് ചെയ്യുമ്പോഴേക്കും എന്റെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്, ഉറപ്പൊന്നുമില്ല എന്നാലും ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഈ മോഡൽസ് ഓഫ് ഡിഡക്ഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി മേ ബി ലേറ്റ് ടുഡേ ഓർ ഹി കുഡ് ബി ലേറ്റ് ടുഡേ, ഹി മൈറ്റ് ബി ലേറ്റ് ടുഡേ. ഇതിന്റെ എല്ലാം മീനിങ് ഒന്ന് തന്നെയാണ്, അവൻ ഇന്ന് ലേറ്റ് ആയേക്കാം. ഓൾറൈറ്റ്, മേ, മൈറ്റ്, ഈ രണ്ട് മോഡൽസ് ഓഫ് ഡിഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ നെഗറ്റീവ് ഫോംസ് ആണെങ്കിലും യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ, ഐ മൈറ്റ് നോട്ട് കം ടുമോറോ, ഞാൻ നാളെ വരത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ഐ മേ നോട്ട് കം ടുമോറോ, സെയിം മീനിങ്. പക്ഷേ ഐ കുഡ് നോട്ട് കം ടുമോറോ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. നാളെ വരത്തില്ലായിരിക്കും എന്ന് പറയാനായിട്ട് ഐ കുഡ് നോട്ട് കം ടുമോറോ എന്ന് പറയാൻ പറ്റില്ല. മസ്റ്റിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഫോമിൽ നമുക്ക് മസ്റ്റിനെ യൂസ് ചെയ്യാം. ഇറ്റ് മസ്റ്റ് ബി മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ആയിരിക്കണം, പക്ഷെ അതെന്റെ അല്ലായിരിക്കണം എന്ന് പറയാനായിട്ട് ഇറ്റ് മസ്റ്റ് നോട്ട് ബി മൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ് ഇസ് ഇൻകറക്റ്റ്. ഒരു കാര്യം ഡെഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മസ്റ്റ് നോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ ദ സെയിം വേ കുഡ് നോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഡെഡ്യൂസ് ചെയ്യുമ്പോഴേക്കും. അല്ലാതെ വേറെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം നമ്മൾ അസ്യൂം ചെയ്തെടുക്കുക, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോഴേക്കും
must നോട്ടോ കുഡ് നോട്ടോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദ ലാസ്റ്റ് കേസ് കാൺട്ട്. കാൺട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം ഡിഡക്ട് ചെയ്യുമ്പോഴേക്കും കാൺട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ ആയിരിക്കണം. ഇറ്റ് കാൺ ബി മൈൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ ആവാൻ ചാൻസേ ഇല്ല, ഒരു വഴിയില്ല. ഓക്കെ, മസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു കാര്യം അസ്യൂം ചെയ്തെടുക്കാനായിട്ട് കാൺട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോ പറയാം there is a problem with this calculation, it can't be right. ഈ കാൽക്കുലേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത് ശരിയാവാൻ ഒരു വഴിയില്ല. ഓക്കെ, ഇറ്റ് കാൺ ബി റൈറ്റ്, അത് ശരിയാവാനായിട്ട് ചാൻസേ ഇല്ല. ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ്, എന്തെങ്കിലും ഡെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മോഡൽസ് ഓഫ് ഡിഡക്ഷൻ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഫാക്ടിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ മോഡൽ ഓഫ് ഡിഡക്ഷൻ യൂസ് ചെയ്യത്തില്ല. സെക്കൻഡ് തിങ്, മസ്റ്റ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും അത് അങ്ങനെ ആയിരിക്കണം എന്നുള്ള മീനിങ് ആയിരിക്കും. മേയോ മൈറ്റോ കുഡോ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കാൺട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ ആവാൻ ചാൻസേ ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ പറയുന്നത്. ദ നെക്സ്റ്റ് തിങ്, മസ്റ്റ് നോട്ടോ കുഡ് നോട്ടോ അല്ലെങ്കിൽ ഇതിന്റെ കൺട്രാക്ഷൻസ് ലൈക്ക് മസ്റ്റന്റ് അല്ലെങ്കിൽ കുഡന്റ്, ഇതൊന്നും നമുക്ക് ഡിഡക്ഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മേ നോട്ടോ മൈറ്റ് നോട്ടോ വേണമെങ്കിൽ ഡിഡക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫാർ സോ ഗുഡ്. സോ വി ആർ മൂവിങ് ഓൺ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോ നടക്കുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയുമ്പോഴേക്കും എങ്ങനെ മോഡൽ ഓഫ് ഡിഡക്ഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ പറയാ, അവളിപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. കോൾ ഹർ ആഫ്റ്റർ 10 minutes, ഷീ മസ്റ്റ് ബി ഡ്രൈവിംഗ് നൗ. ഷീ മസ്റ്റ് ബി ഡ്രൈവിംഗ് നൗ എന്ന് പറയുമ്പോഴേക്കും മോഡൽ വെർബ് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING ഈ ഒരു ഫോമാറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കുറിച്ച് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവള് ഡ്രൈവ് ചെയ്യുകയാണോ എന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുക, നമ്മൾക്ക് ഉള്ള അറിവ് വെച്ചിട്ട് ഈ സമയത്ത് റെഗുലർലി അവള് ഡ്രൈവ് ചെയ്യുകയാണ് ചെയ്യാറ്. Another one, we'll go and meet her later. She must be attending seminar now. Guys, so this is one last point. നമുക്ക് പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ച് ഡിഡക്ഷൻ ചെയ്യണമെങ്കിൽ പാസ്റ്റിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടാകിരിക്കണം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കാൻ ചാൻസേ ഇല്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റ് ആണ് മോഡൽ ഓഫ് ഡിഡക്ഷൻ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ, ഷി മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ഏർലി എന്ന് പറയുമ്പോൾ അവൾ നേരത്തെ പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മസ്റ്റ് എന്നുള്ള മോഡൽ വെർബ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഹാവ് ആൻഡ് ദെൻ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. പാസ്റ്റില് ഡിഡക്ഷനെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ ഈ ഫോമാറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പോസിബിലിറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ, പാസ്റ്റില് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം, they might have told everyone about our visit to കുളു മണാലി. നമ്മൾ കുളു മണാലിയിലോട്ട് പോകുന്ന കാര്യം അവരെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഗൈസ്, there is one thing I missed out. ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ ഓക്സിലറി വെർബ്സ് നമുക്ക് ഡിഡക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇതിന് വേറെ കോണ്ടെക്സ്റ്റിലും യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് എബിലിറ്റി കാണിക്കാൻ, പെർമിഷൻ ചോദിക്കാൻ, അങ്ങനെ പല പല ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്തത് എന്തെങ്കിലും ഒരു കാര്യം ഡിഡ്യൂസ് ചെയ്യാനായിട്ട് എങ്ങനെ ഈ മോഡൽ വെർബ്സിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. Alright, so that's it. Thanks for watching. Stay tuned and subscribe if you haven't done that yet. Bye.